കിഫ്ബി പദ്ധതിയിലൂടെ കേരളത്തിന്റെ 100 വർഷത്തെ വികസന സ്വപ്നങ്ങളാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന് കിഫ്ബി സിഇഒ ഡോക്ടർ കെ.എം. എബ്രഹാം. കേന്ദ്രം പ്രതിസന്ധിയിലാക്കിയിട്ടും സംസ്ഥാന സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് ഓരോ ഘട്ടത്തിലും മികവോടെ നീങ്ങാൻ സഹായിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച കിഫ്ബി രജത ജൂബിലി ആഘോഷത്തിൽ വരുംകാല വെല്ലുവിളികൾ കരുത്തോടെ നേരിട്ട് നീങ്ങാനുള്ള പദ്ധതികളും അവതരിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് 29 പദ്ധതികൾ, 835 എണ്ണം പറഞ്ഞ നേട്ടങ്ങൾ. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ കോടികളുടെ വികസനം. ഭാവി മുന്നിൽ കണ്ടുള്ള ചെറുതും വലുതുമായ അടിസ്ഥാന വികസന പദ്ധതികളാണ് നടപ്പാക്കിയതെന്ന് കിഫ്ബി സിഇഒ. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ സ്വപ്നതുല്യമായ നിർമ്മാണങ്ങൾ ഉയർന്നു. ഉന്നത വിദ്യാഭ്യാസത്തിൽ നമ്മൾ മുടക്കുന്നത് 2227 കോടി. അറിവിനെ ആധാരമാക്കിയ ഒരു സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന സൗകര്യ സൃഷ്ടി, എല്ലാം സർക്കാർ കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും സ്കിൽ ലാബുകൾ, ഇതൊന്നും ചെറിയ കാര്യമല്ല. കടമെടുപ്പിൽ കേന്ദ്ര സർക്കാർ അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും കരകയറാനുള്ള വഴി സ്വന്തം നിലയിൽ തുറക്കുക ശ്രമകരമായിരുന്നു. പലതും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്ത അമ്പിളിയമ്മാവന് തുല്യമായിരുന്നുവെന്നും കെ.എം. എബ്രഹാം. അമൂർത്തമായ മാനത്തെ അമ്പിളിയമ്മാവൻ എന്ന നവകേരള സ്വപ്നങ്ങളെ വെറും സ്വപ്നങ്ങളായി കാണാതെ അത് കൈവരിക്കുവാൻ കഴിയുന്ന വികസന ദൗത്യമായി മാറ്റുക എന്നാണ് ഉണ്ടായത്. മുൻഗണനാക്രമം, നിർമ്മാണ വേഗത, കാലതാമസം ഒഴിവാക്കൽ, അങ്ങനെ രൂപരേഖയിൽ തുടങ്ങി പദ്ധതിയുടെ പൂർത്തീകരണ വഴിവരെയുള്ള വിവിധ ഘട്ടങ്ങൾ ചടങ്ങിൽ അവതരിപ്പിച്ചു.